നമസ്കാരം. ബി.ജെ.പിയോട് നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു സുകുമാരൻ നായർ. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിൽ നിന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണനെ എൻ.എസ്.എസ് വിലക്കി. ഇതോടെ ഉപരാഷ്ട്രപതിയുടെ നാളത്തെ ചങ്ങനാശ്ശേരി സന്ദർശനത്തിന്റെ ഷെഡ്യൂൾ വെട്ടിച്ചുരുക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ആരെയും അനുവദിക്കില്ലെന്നാണ് എൻ.എസ്.എസ് പറയുന്നത്. എസ്.എൻ.ഡി.പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് കേന്ദ്ര സർക്കാർ പത്മവിഭൂഷൺ നൽകിയിരുന്നു. പിന്നാലെ വിശാല ഹിന്ദു ഐക്യത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി എൻ.എസ്.എസ് പിന്മാറി. ഇതിലും ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ഉപരാഷ്ട്രപതിക്ക് പുഷ്പാർച്ചന നടത്താൻ അനുമതി നിഷേധിക്കുന്നത്. എസ്.ബി. കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഉപരാഷ്ട്രപതി ഫെബ്രുവരി 28-ന് ചങ്ങനാശ്ശേരിയിലെത്തുന്നത്. വൈകിട്ട് 3:30-നാണ് കോളേജിലെ കാവുഗഡ് ഹാളിൽ ഈ ചടങ്ങ്. ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുന്ന ഉപരാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ ചങ്ങനാശ്ശേരിയിലെത്തും. പെരുന്നാൾ എൻ.എസ്.എസ് കോളേജ് ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങുക. ഇതിനുശേഷം മന്നം സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. നേരത്തെ ബി.ജെ.പിയുടെ കേരളത്തിലെ പ്രഭാരിയായിരുന്നു രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതിയായതോടെ രാഷ്ട്രീയത്തിന് അതീതനായി. പക്ഷേ അപ്പോഴും രാധാകൃഷ്ണനെ ബി.ജെ.പിക്കാരനായി തന്നെ എൻ.എസ്.എസ് കാണുകയാണ്. ഉപരാഷ്ട്രപതിക്ക് രാജ്യത്തെ ഒരു സ്മാരകത്തിൽ പ്രവേശനാനുമതി നിഷേധിക്കപ്പെടുന്നത് അത്യപൂർവമാണ്. തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ ആരെയും സമാധി സന്ദർശനത്തിന് അനുവദിക്കില്ല എന്നാണ് എൻ.എസ്.എസിന്റെ ഔദ്യോഗിക നിലപാട്. എന്നാൽ അടുത്തിടെ വെള്ളാപ്പള്ളി നടേശന് കേന്ദ്ര സർക്കാർ പത്മവിഭൂഷൺ നൽകിയതിനെ തുടർന്ന് ബി.ജെ.പിയുമായി എൻ.എസ്.എസ് അകലം പാലിച്ചിരുന്നു. വിശാല ഹിന്ദു ഐക്യമെന്ന ആശയത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി എൻ.എസ്.എസ് പിന്മാറിയതിന് പിന്നാലെയാണ് ഉപരാഷ്ട്രപതിക്ക് പോലും അനുമതി നിഷേധിക്കുന്ന തരത്തിലുള്ള കടുത്ത നിലപാട് ജി സുകുമാരൻ നായർ സ്വീകരിച്ചിരിക്കുന്നത്. വൈകിട്ട് 3:30-നായിരുന്നു കോളേജിലെ കാവുഗഡ് ഹാളിൽ ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്. ഡൽഹിയിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ എത്തുന്ന ഉപരാഷ്ട്രപതി ഹെലികോപ്റ്റർ മാർഗമായിരുന്നു ചങ്ങനാശ്ശേരിയിലെത്താൻ നിശ്ചയിച്ചിരുന്നത്. എൻ.എസ്.എസിന്റെ കർശന നിലപാടോടെ ഈ പരിപാടി ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഉപരാഷ്ട്രപതി ഹെലികോപ്റ്റർ മാർഗമാണ് ചങ്ങനാശ്ശേരിയിലെത്തുക. പെരുന്നാൾ എൻ.എസ്.എസ് കോളേജ് ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങുന്നത്. ഇവിടെ ഇറങ്ങിയ ശേഷം തൊട്ടടുത്തുള്ള മന്നം സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എൻ.എസ്.എസിന്റെ കടുത്ത നിലപാടോടെ ഈ പരിപാടി ഒഴിവാക്കുകയായിരുന്നു. നേരത്തെ ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസിനും സമാനമായ രീതിയിൽ അനുമതി നിഷേധിച്ചത് വിവാദമായിരുന്നു. ഹൈന്ദവ സംഘടനകളെ ഒന്നിപ്പിക്കാൻ ബി.ജെ.പി ശ്രമിക്കുന്നതിനിടെ എൻ.എസ്.എസ് സ്വീകരിക്കുന്ന ഈ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ബി.ജെ.പി കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ചിരുന്നു. ഉപരാഷ്ട്രപതി ഗ്രൗണ്ടിൽ ഇറങ്ങി നേരെ എസ്.ബി. കോളേജിലെ പരിപാടിയിലേക്ക് തിരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അതേസമയം ഒരു മുന്നണിയോടും രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകം മമത കാണിക്കാതെ എല്ലാ പാർട്ടികളിൽ നിന്നും അകലം പാലിക്കുക എന്ന നിലപാടാണ് എൻ.എസ്.എസ് കാലങ്ങളായി സ്വീകരിച്ചു വരുന്നത്. സമുദായ താൽപ്പര്യങ്ങൾ ആര് സംരക്ഷിക്കുന്നുവോ അവർക്കൊപ്പം നിൽക്കുക എന്നതാണ് എൻ.എസ്.എസിന്റെ നയം. പിണറായി സർക്കാരിന്റെ ചില നയങ്ങളോട് പ്രത്യേകിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എൻ.എസ്.എസ് ചില ഘട്ടങ്ങളിൽ എതിർപ്പും പ്രകടിപ്പിച്ചിരുന്നു. സർക്കാരിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പോലും പലപ്പോഴും സുകുമാരൻ നായർ തുറന്നെതിർത്തിട്ടുമുണ്ട്. അതേസമയം അടുത്തിടെ ബി.ജെ.പിക്കെതിരെ അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. 10 വർഷം കേന്ദ്രം ഭരിച്ചിട്ടും ശബരിമലയ്ക്കായി ബി.ജെ.പി ഒന്നും ചെയ്തിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം. ശബരിമലയിൽ വിമാനം കൊണ്ടുവരും, ട്രെയിൻ കൊണ്ടുവരും എന്നാണ് ബി.ജെ.പി പറഞ്ഞതെന്നും എന്നാൽ 10 വർഷം കേന്ദ്രം ഭരിച്ചിട്ടും ശബരിമലയ്ക്കായി ബി.ജെ.പി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു. കോട്ടയത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം. ശബരി റെയിൽവേ ലൈൻ പാതകളിടുന്നത് അവരവരുടെ വീട്ടിലേക്കായിരിക്കും, ഒന്നും പ്രാവർത്തികമാകുന്നില്ലല്ലോ. ഹിന്ദുക്കൾ ഞങ്ങളുടേതാണെന്ന് പറയുന്ന ബി.ജെ.പി ശബരിമലയ്ക്ക് വേണ്ടി എന്തു ചെയ്തു? ഹിന്ദുക്കളുടെ അവകാശം രാഷ്ട്രീയക്കാർക്കല്ല, ഹിന്ദുക്കൾ ഞങ്ങളുടെയും കൂടെയാണെന്നായിരുന്നു ജി സുകുമാരൻ നായർ അന്ന് പറഞ്ഞത്.